അപ്പൊ അത് മനഃപൂർവമായ ഒരു കള്ളമല്ല, അവളുടെ മാനസിക നില അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ പാവപ്പെട്ട മറിയ ആരും കുറ്റപ്പെടുത്തണ്ട. അവൾ ചെന്നിത് പറഞ്ഞതെല്ലാം അവളുടെ മാനസിക നില അങ്ങനെയായിരുന്നത് കൊണ്ടാണ്. അവൾക്ക് കർത്താവിനോട് ആഴമേറിയ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് കർത്താവിന്റെ ദൂതൻ വന്ന കല്ലുരുട്ടി മാറ്റിയത്. അതുകൊണ്ടാണ് കർത്താവിന്റെ ദൂതൻ സംസാരിച്ചത്. ഇപ്പോൾ അവൾ കല്ലറയുടെ അടുക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് യേശു എവിടെ പോയെന്ന് പറയാമോ? യേശു എവിടെ പോയെന്ന് അറിയാമോ? യേശു കല്ലറയിലായിരുന്നില്ല. യേശു കർത്താവ് അവിടുന്ന് കള്ളനോട് പറഞ്ഞു, നീ എന്നോട് കൂടി പരദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് അന്ന് ക്രൂശിൽ നിന്നും തന്നെ കർത്താവ് പരദീസയിലേക്കാണ് പോയത്. പരദീസ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഭാഗമാണ്. ഭൂമിക്ക് 6000 മൈൽ തിക്നെസ് ഉണ്ട്. 6000 മൈൽ തിക്നെസ് ഈ ഭൂമിയുടെ ഉൾഭാഗത്തായിട്ട് ഉണ്ട്. ഞാൻ 3 സ്ഥലത്തായിട്ട് ഈ ഭൂമിയുടെ ഉള്ളിൽ ചില ഭാഗത്തേക്ക് പോയി. ഒരു സ്ഥലത്ത് ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു സ്ഥലത്ത് ഒരു കേവിന്റെ അകത്തേക്ക് ചെന്നപ്പോൾ ഒരു 2-1.5 മൈലുകളോളം അതിന്റെ ഉള്ളിലേക്ക് നടന്ന് ചെന്നപ്പോൾ കണ്ടത് ഒരു 1500 പേർക്ക് ഇരിക്കാവുന്ന വലിയ കത്തീഡ്രൽ പോലെ മനോഹരമായൊരു മൈതാനമാണ് ആ ഭൂമിയുടെ ഉള്ളിൽ. ടെന്നസിയില് റൂബി ഫോൾസ് എന്ന് പറയുന്ന ഒരു ഫോൾസ് ഉണ്ട്. ലിറ്റിൽ ഈ ഭൂമിയുടെ അടിയിലേക്ക് ഏകദേശം 1 മൈലോ അത്ര കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അകത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഒരു 1.5 കിലോമീറ്റർ നടന്ന് ചെന്നപ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടമാണ്. അവിടെ ഒരു 400 പേർക്ക് നിൽക്കാം. അപ്പോൾ ഭൂമിയുടെ പുറന്തോടിനകത്ത് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ 6000 മൈൽ തിക്നെസ് ഉള്ള ഭൂമിയുടെ ഉള്ളിൽ എന്തെല്ലാം കാണും. ഞാൻ ന്യൂ മെക്സിക്കോയില് ഏകദേശം 2 മൈൽ ആഴമുള്ള ആഴത്തിലേക്ക് ഭൂമിയിലേക്ക് പോയി. അതിന് 5 മൈൽ നടന്നാണ് ഞങ്ങൾ പോയത്. കാരണം നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങാൻ ഒക്കെ ഇല്ലല്ലോ. താഴേക്ക് ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോൾ 88 ഏക്കറിലധികം 14 ഫുട്ബോൾ കോർട്ടിന്റെ വലുപ്പത്തിലുള്ള ഒരു ഏരിയ, ഒരു തൂണുമില്ല, വിശാലമായി ശൂന്യമായി കിടക്കുകയാണ്. എല്ലാ മാർബിളുകൾ, ഗ്രാനൈറ്റുകളൊക്കെ അതിന്റെ ഫോർമേഷൻ നടന്നിട്ട് വലിയ കൊത്തുപണികൾ പോലുള്ള മനോഹരമായ സ്ഥലം. ഒരൊറ്റ മണിക്കൂറിലധികം എടുത്തു ഞാൻ ഈ ഗ്രൗണ്ടിൽ മാത്രം ഒന്ന് കറങ്ങാനായിട്ട്. അത്രമാത്രം വിശാലമായ സ്ഥലം. അതിനകത്ത് ഒരു 10,000 ആൾക്കാരെ സുഖമായിട്ട് താമസിപ്പിക്കുവാനുള്ള സ്ഥലം അതിന്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം ഭൂമിയുടെ അടിയിലാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഭൂമിയുടെ ഉള്ളിലേക്കാണ് കർത്താവ് പോയത്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കർത്താവ് വാങ്ങിയിട്ട് ഈ കള്ളനോടൊപ്പം ഭൂമിയുടെ ഉള്ളിലേക്ക് പോയി. ഇത് വിശദീകരിച്ച് നിൽക്കാൻ സമയമില്ല. ഇത് കുറെ കൂടെ നിങ്ങൾ ആഴമായി മനസ്സിലാക്കേണ്ടതാണെങ്കിലും ഞാൻ ആ കാര്യം പറയാം. ക്രൂശിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ക്രൂശിൽ കിടന്ന് കള്ളൻ മാനസാന്തരപ്പെട്ടപ്പോൾ കള്ളനോട് പറഞ്ഞു, ഓർക്കുക 6 മണിക്കൂറാകും എന്റെ മരണം ത്യാഗത്തിന്റെ പൂർത്തീകരണമാകുമ്പോൾ ഞാൻ പുറപ്പെടുന്ന അവരുടെ നോക്കി നിന്നേക്കരുത്, എന്റെ കൂടെ പോകണം. ഇപ്പൊ മാനസാന്തരപ്പെട്ട ആളായതുകൊണ്ട് ഇതിനോട് പറയേണ്ട ആവശ്യമാണ്. ഇവനെല്ലാം കിട്ടി. കർത്താവ് മരിച്ചു. കർത്താവ് പിതാവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. ഇതിന് ഒരു 3 മണിക്കൂർ ഒരു ഇരുണ്ട സമയമായിരുന്നു. ആ സന്ദർഭത്തിൽ സാത്താന്റെ കയ്യിൽ നിന്ന് ലീഗലായിട്ടുള്ള താക്കോലെല്ലാം കർത്താവ് കൈവശമാക്കി. അങ്ങനെ കർത്താവ് ഈ പുറന്തോട്ടിന്റെ ഏതോ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങി പാതാളത്തിലേക്ക്. അവിടെ ചെന്നപ്പോൾ അബ്രഹാമുണ്ട്, ഇസ്ഹാക്കുണ്ട്, യാക്കോബുണ്ട്, പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്, അവിടെ യെശയ്യാവുണ്ട്, യിരെമ്യാവുണ്ട്, എല്ലാ ഭക്തന്മാരുമുണ്ട്. കർത്താവ് താക്കോലുകൊണ്ട് ബദ്ധന്മാരുടെ തുറന്ന് അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്നപ്പോൾ എന്റെ ഭാവനയില് യാക്കോബ്, ഇവിടെ അബ്രഹാം എല്ലാവരും ചാടി എഴുന്നേറ്റു, ദാവീദെല്ലാം ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, എന്റെ കർത്താവേ, എത്ര നാളായി ഞങ്ങൾ നിന്നെ കാത്തിരുന്നിട്ട് നീ എന്താ ഇത്ര താമസിച്ചത്? യെശയ്യാവ് വന്ന് ചോദിച്ചു, കർത്താവേ, ഞാൻ പറഞ്ഞതുപോലെ നിന്റെ പുറമെല്ലാം ഒഴിവുകയോ? ഇങ്ങനെ 2-3 ദിവസം കർത്താവ് അവിടെ ഒരു കോൺഫറൻസ് നടത്തുകയായിരുന്നു. ഈ മറി ഇതിലൂടെയൊക്കെ നടക്കപ്പെടുന്ന കർത്താവ് അവിടെ പോയില്ല. കർത്താവ് വിശുദ്ധന്മാരുമായിട്ടൊരു കോൺഫറൻസ് ആയിരുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നമുക്ക് ഇനി ഇപ്പൊ നിങ്ങളെ ഇവിടുന്ന് ഞാൻ മാറ്റാൻ പോവുകയാണ്. പക്ഷേ നിങ്ങളുടെ വീണ്ടെടുപ്പ് പൂർത്തിയാക്കിയെങ്കിലും ഒരു പരന്തറ്റിക്കൽ പീരീഡ് വന്നു. 69ാമത്തെ ആഴ്ചവട്ടത്തിൽ നിന്ന് 70ാമത്തെ ആഴ്ചവട്ടത്തിലേക്ക് പോകുവാൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങളുടെ പിതാക്കന്മാരാൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം തൽക്കാലത്തേക്ക്. സ്വർഗത്തിലേക്കല്ല, അത് സ്വർഗീയ പരദീസയിലേക്കാണ്. അവിടേക്ക് ഞാൻ മാറ്റാം. പിന്നെ എന്റെ ആൾക്കാർ കുറെ പേരും കൂടെ വരാനുണ്ട്. അവരോട് വന്നു കഴിഞ്ഞ് ബാക്കി ക്രമീകരണം എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് ഈ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും പഴയ നിയമ ഭക്തന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് കർത്താവ് അതിന്റെ ലീഡറായിട്ട് ഇങ്ങനെ ഭൂമിയുടെ മുകളിൽ വന്നു. ഭൂമിയുടെ മുകളിൽ വന്നപ്പോൾ ദാവീദ് സീയോൻ കുന്നിനെ നോക്കി പറഞ്ഞു, ഞാൻ അവിടെ ഭരിച്ചതാണ്. അബ്രഹാം ഇസ്ഹാക്കിനോട് പറഞ്ഞു, മോനെ, നിന്നെ യാഗം കഴിക്കാൻ കൊണ്ടുവന്നത് ആ മോറിയ കുന്നിലാണ്. യെശയ്യാവ് എല്ലാം തലയെല്ലാം നോക്കി. ഒരു മൂടൽ മഞ്ഞുള്ള സമയം,
കർത്താവിനെ കാണാനില്ല. ഇവരെല്ലാം അവിടെ നിൽക്കുമ്പോൾ കർത്താവ് നടന്ന് നീങ്ങുകയാണ്. കർത്താവ് എവിടേക്കാണ് ചെന്നറിയാമോ? ആ കല്ലറയുടെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ നിൽക്കുന്നു. അത് ഭോഷത്വമായിരുന്നു, അത് അബദ്ധമായിരുന്നു, അതൊരു മടയത്തരമായിരുന്നു. പക്ഷെ അത് ആത്മാർത്ഥമായിരുന്നു, അത് തികഞ്ഞ സ്നേഹത്തിൽ നിന്നായിരുന്നു. അവൾ ആ കല്ലറയിൽ നോക്കുകയാണ്. ദൂതൻ പറഞ്ഞിട്ടും ആരെല്ലാം പറഞ്ഞിട്ടും അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. യേശുവിനെ കാണാതെ ഞാൻ ഇനി പോകുകയില്ല എന്നുള്ള നിലയിൽ അവൾ കുനിയുകയും കരയുകയും ചെയ്തപ്പോൾ വിശുദ്ധന്മാരുടെ ഒരു വലിയ നിരയെ അവിടെ നിർത്തിയിട്ട് ആ കരയുന്ന സഹോദരിയുടെ അടുക്കലേക്ക് ദാവീദിനെ അവിടെ നിർത്തിയിട്ട്, അബ്രഹാമിനെ അവിടെ നിർത്തിയിട്ട്, ഇസഹാക്കിനെ അവിടെ നിർത്തിയിട്ട്, ഏലിയാവിനെ അവിടെ നിർത്തിയിട്ട് യേശു കർത്താവ് കരയുന്ന സഹോദരിയുടെ അടുക്കലേക്ക് നടന്നു ചെല്ലുകയാണ്. വാത്സല്യ സഹോദരിമാരെ, കരയുവാൻ നിനക്ക് കണ്ണുനീരുണ്ടെങ്കിൽ, കർത്താവിനെ കാണുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അതിനെ വിട്ട് കടന്നു പോകുന്നവനല്ല യേശു. ഹല്ലേലൂയ. ബുദ്ധിയില്ലെങ്കിലും അറിവില്ലെങ്കിലും കഴിവില്ലെങ്കിലും ഭോഷത്വമുണ്ടെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും കരയുവാൻ നിനക്ക് മനസ്സുണ്ടോ? എന്നാൽ നിന്നെ വിട്ടുപോകുന്നവനല്ല യേശു. കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. കരയുവാൻ നിനക്ക് മനസ്സുണ്ടോ? കർത്താവിനെ കാണുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ ഈ കർത്താവ് നിന്നെ വിട്ടുപോകുകയില്ല. അവൻ നിന്റെ അടുക്കൽ വരും, അവൻ നിന്നോട് സംസാരിക്കും, അവൻ നിന്നെ കണ്ണുനീര് തുടയ്ക്കും. ഒരു മൃതശരീരത്തിൽ സുഗന്ധം പൂശുവാൻ പോയ മറിയം, മൃതശരീരമല്ല, അവളെ തേടി വന്ന യേശു. ആദ്യം അവൾക്ക് വേണ്ടി ദൂതനെ വിട്ടു, അതിനുശേഷം കർത്താവ് തന്നെ വന്നു. നിനക്ക് വേണ്ടി ദൈവം ദൂതനെ അയക്കും, നിനക്ക് വേണ്ടി ദൈവം ദൈവദാസന്മാരെ അയക്കും. അല്ല, നിനക്ക് കരയുവാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് തന്നെ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൂതനെ അയച്ചുകൊണ്ട്, ഒരു അപ്പോസ്തലനെ അയച്ചുകൊണ്ട് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുക മാത്രമല്ല, കർത്താവ് തന്നെ ഇറങ്ങി വന്ന്, കർത്താവ് തന്നെ നിന്റെ അടുക്കൽ വന്ന്. അവൾക്ക് ഒരു പുതിയ നിയോഗം, അപ്പോസ്തലന്മാരോട് പിന്നെ ഒരു നിയോഗം കൊടുത്തു വിടുക. കർത്താവാണ് വിടുന്നത്. അത് സക്സസ് ആയി. ദൂതൻ പറഞ്ഞതിലാണ് പരാജയപ്പെട്ടത്. കർത്താവ് പറഞ്ഞു, യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും. അതെ, ദൂതൻ പറഞ്ഞത് അവൾ തെറ്റിച്ചു. രണ്ടാമത് അവൾക്ക് കർത്താവ് തന്നെ പറഞ്ഞു, അവൾ ചെന്ന് ഈ വാർത്ത അപ്പോസ്തലന്മാർക്ക് രാത്രി ഒരു ദൂതി ഞാൻ വിളിച്ചു പറഞ്ഞു, നിന്നോട് ദൂതൻ പറഞ്ഞ ദൂതുകളുണ്ട്, അത് നീ തെറ്റിച്ചിവിടെ ആയിരിക്കുകയാണ്. ദൈവത്തിന് നിന്നോടുള്ള പദ്ധതി വലുതായതുകൊണ്ട് കർത്താവ് നേരിട്ട് ഇടപെടുകയാണ്. അരമണിക്ക് ദൈവത്തെ ആരാധിക്കുക. പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞത്, ദൂതൻ നിന്നോട് പറഞ്ഞത്, ദർശനത്തിലൂടെ ദൈവം പറഞ്ഞത്, സ്വപ്നത്തിലൂടെ ദൈവം പറഞ്ഞത്, പ്രവാചകന്മാരിലൂടെ ദൈവം പറഞ്ഞത്, നീ തെറ്റിച്ചു, നിനക്ക് അബദ്ധം സംഭവിച്ചു, പക്ഷേ നിനക്ക് കരയുവാൻ ഒരു കണ്ണുള്ളതുകൊണ്ട്, കർത്താവിനെ സ്നേഹിക്കുവാൻ ഒരു ഹൃദയമുള്ളതുകൊണ്ട് കർത്താവ് നേരിട്ട് ഇടപെടുകയാണ്. എന്റെ വാക്കുകളിലെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഒരു സ്പർശന രൂപേണ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടെങ്കിൽ അവർ മാത്രം അത് കരമുയർത്തി പിടിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഔയർത്തികരമായിട്ട് ഒരു നിമിഷത്തിൽ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ, ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ ആ നല്ല കർത്താവിനെ കാണുന്നത് വരെ ഒന്ന് കരമുയർത്തി പിടിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ടെ. യേശുവിനെ സ്നേഹിക്കുവാൻ അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ, അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ യേശുവിനെ സുഗന്ധദ്രവ്യം പൂശുവാൻ ഭയം
ആ നിയമത്തിന്റെ കല്ല്, ആ മുദ്രയുള്ള കല്ല്, ആ പടയാളികൾ കാവൽ നിൽക്കുന്ന ആ കല്ല് നസ്രയൻ ഉരുട്ടി മാറ്റുവാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോട്ടെ. ദൈവം നിനക്ക്